നോക്കിയാലും കാണും. That is the question. അങ്ങനല്ല ക്വസ്റ്റ്യൻ അതന്നല്ലേ കറക്റ്റ്. പത്തരമാറ്റിന്റെ ലൊക്കേഷനിൽ എവിടെ നോക്കിയാലും കാണാം. അങ്ങനെ ഒരു പ്രോപ്പർട്ടി. ആനക്കൊമ്പ ഇത് തന്നെ. ഫ്ലവർ വൈസ് എവിടെ നോക്കിയാലും ഓരോരോ കോർണറിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു വാട്ടർ ഫ്ലവർ വൈസ്. അങ്ങനല്ല ക്വസ്റ്റ്യൻ. ഓക്കേ ഓക്കേ ഓക്കേ, ഒരു ചാൻസും കൂടെ ഒരു ചാൻസ് കൊടുക്കുക. കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കുക. അപ്പു പാര് പൈസ തരില്ല മോനെ. ഞങ്ങളിപ്പോ ഒളിച്ചോടും ഇവിടെന്നോ ഞങ്ങൾ ഓടി രക്ഷപ്പെടും. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാല് നിന്നെ പോലെ ഒരു മകനെ ജനിപ്പിച്ച എന്നെ പുഴുകൾ കടിച്ചു തിന്നോട്ടെ. ഇത് ചേച്ചി അഭിനയിക്കണം. നിങ്ങൾ രണ്ടോളം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കണം. എന്ന് നിന്നെ ഇനി എന്റെ 7 അയലക്കത്ത് കാണരുത്. ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഫ്ലോർ. അല്ല, അപ്പൊ ആ കുട്ടിക്ക് പ്രോമിറ്റ് ചെയ്യണം. അയ്യോ എനിക്കിതൊന്നും പറ്റില്ല. അഭിനയിച്ചാ മതി. ജലജ അങ്ങോട്ട് കേറട്ടെ ഉള്ളിലോട്ട്. ചിരിക്കരുത്. ചിരി. എന്താ അമ്മ ഈ പറയുന്നത്? അമ്മ പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം ഞാൻ ഒപ്പിച്ചു വെച്ചത്. എന്നിട്ട് അമ്മ അവസാന നിമിഷം കൊണ്ട് എന്നിങ്ങനെ പറയരുത്. എടാ, നിന്നെപ്പോൾ ഒരു മകനെ ജനിപ്പിച്ച എന്നെ ഇല്ലേ പുഴു കടിച്ച് ചത്തോട്ടെ. ഇനി നിന്നെ എന്നെ 7 അയലോക്കത്ത് കണ്ടുപോരുത്. ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഹൗസ്. അമ്മ ഞാനൊന്ന് പറയുന്നത് കേക്ക്. പുഴു കടിച്ച് ചത്തോട്ടെ. ഇതൊക്കെ എനിക്കറിയില്ല. ഞാൻ 2 വർഷം കൊണ്ട് അപ്പുവിന്റെ ഐഡിയ ആയിരിക്കും. അടിപൊളിയായിട്ട് ചെയ്തിട്ട് രണ്ടുപേരും നന്നായിട്ട്. സൂപ്പർ സൂപ്പർ. ഇത് ഇനി ഒരു ക്വസ്റ്റിനും കൂടെ തെറ്റിച്ചാലാണ് ആ പൈസ എനിക്ക് തിരിച്ചു തരണ്ടുള്ളൂ. ഇനി അടുത്തതിൽ സെറ്റ് ആക്കിയാൽ മതി. ഇതെന്തുവാ അത് ഒടിച്ചെടുത്തോ? ഈ കുട്ടിയുടെ ഒരു ചെറിയ അംശങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, പത്തരമാറ്റിന്റെ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ തവണ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ആർട്ടിസ്റ്റ്. ഓക്കെ, നോക്കട്ടെ. അബി ജലജ. കളത്തരം നോക്കട്ടെ. ആകാശ്. എന്റെ സ്വന്തം പേര് എനിക്ക് ഓൾറെഡി അറിയാലോ. അന്നാലും പറ്റത്തില്ല. അപ്പൊ എഴുതാൻ അയ്യോ, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞാ പോരായിരുന്നോ? എന്നടി ഞാൻ ഫുള്ള് എഴുതിട്ടാണ് കാണിച്ചത്. സാരമില്ല. ഇത് ശരി പോലെയാണ്. ഇത് കറക്റ്റ് ആയിട്ടാണ്. ഇത് കറക്റ്റ് ആണ്. കാരണം ജലജ സ്വന്തമായിട്ട് ഞാൻ എഴുതാം. അബി ആകാശ് ഒന്ന് പേര് സെയിം. ഞാൻ പക്ഷെ പത്തരമാറ്റെന്ന് പറഞ്ഞോണ്ട് ഞാൻ ക്യാരക്ടർ അത് കുഴപ്പമില്ല. സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ടാസ്ക് ഇല്ല. ഓക്കെ, ഏത് സീരിയലുമായാണ് പത്തരമാറ്റിന് ഏറ്റവും കൂടുതൽ മത്സരമുള്ളത്? കറക്റ്റ് ആയിട്ട് എഴുതണേ. അക്ഷരമൊന്നും തെറ്റി പോവല്ലേ? ഓക്കെ, അടിപൊളി സെറ്റ്. ഓക്കെ, അടുത്തത്. ഞങ്ങളെ രക്ഷിക്കണേ. നിങ്ങളുടെ ലൊക്കേഷനിൽ നിന്നും ഒരാളെ ബിഗ് ബോസ് ഷോയിലേക്ക് പറഞ്ഞു വിടണം. ആരെയാകും ആ ഷോയ്ക്ക് ഏറ്റവും ഞാൻ നോക്കിട്ടേ ഇല്ല. ഓക്കെ, നോക്കട്ടെ. ജലജ സ്മിത. ജലജ പറയും. 10,000 രൂപ നമുക്കുള്ളതെല്ലാം ചേച്ചി ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ 7 ചേച്ചി ഉണ്ടോ? പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ചേച്ചിയുടെ പേരൊക്കെ കാണുന്നുണ്ടല്ലോ. ബിഫോർ പത്തരമാറ്റി എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ആണോ? ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഫാമിലി വിട്ടു ഞാൻ ആക്ച്വലി പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അതായത് 100 ഡേയ്സിന്റെ ഡ്രസ് ഉൾപ്പെടെയുള്ള ഫുൾ പാക്ഡ് ആയിരുന്നു. എന്നിട്ട് പത്തരമാറ്റി കിട്ടിയ. അയ്യോ, എന്നിട്ട് അല്ല ലൈക്ക് ലാസ്റ്റ് ബാഗ് എല്ലാം പാക്ഡ് ആണ്. എത്ര ബാഗ്സും എല്ലാം 23 പേഴ്സൺസ് ആയിരുന്നു അന്ന്. അപ്പൊ അവര് ലാസ്റ്റ് ഒരു 21 ആക്കി അവര് കുറച്ചു. അപ്പൊ 2 പേരെ അവര് കട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്നെ കട്ട് ചെയ്തു. അയ്യോ, സങ്കടമായോ? അപ്പൊ ഭയങ്കര സങ്കടമായി. പക്ഷെ എനിക്കിപ്പോ സന്തോഷം. കാരണം അതിലും കിട്ടാഞ്ഞപ്പോ എനിക്ക് വിഷമമായപ്പോ ചാനലിൽ നിന്ന് തന്നെയാണ് എന്നോട് ഇങ്ങനെ ഒരു ഫിക്ഷൻ സീരിയൽ തുടങ്ങുന്നുണ്ട്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഒരു ഓഡീഷൻ ഉണ്ട്. സ്മിത പോയിട്ട്
അറ്റൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയാണ് പത്തരമാറ്റി കിട്ടിയത്. അങ്ങനെയാണ് എനിക്ക് അതുകൊണ്ടാണ് നല്ലൊരു അമ്മേനെ അമ്മയെ കിട്ടിയത്. കിട്ടിയത്. Okay, okay. ചേട്ടൻ എന്താ പോവാണ്ടിരുന്നേ ബിഗ് ബോസിൽ? അല്ല എന്നെ ഇവനെ വിളിച്ചിട്ടൊന്നുമില്ല, കള്ളം പറയാം. അല്ല അങ്ങനെ വിളിച്ചെന്നല്ല പറഞ്ഞത്. വിളിച്ചോ? അല്ല എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. ഉം. അപ്പം എൻ്റെ അടുത്ത് എനിക്ക് പിന്നെ എന്നെ സംബന്ധിച്ചോളം ആ ടൈമിൽ എൻ്റെ ഗ്രാൻഡ്മ വയ്യാണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഓൾ ഇൻ ഓൾ ആണ് എൻ്റെ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ വിട്ട് അത് മാത്രമല്ല എനിക്ക് ഫാമിലി വിട്ട് മാറി നിൽക്കാൻ, അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം വിട്ടിട്ട് പോത്തൂല. ട്രിവാൻഡ്രം വിട്ട് Like, ഇത്രയും ആ, വർഷമായിട്ട് ഞാൻ ആ. ഒരു ഷൂട്ടിന് ഞാൻ പോയിട്ടില്ല. ഒരു മന്ത്ലി ഒരു 15 days എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. ഞാൻ ട്രിവാൻഡ്രം അല്ല എറണാകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ എവിടെ ഞാൻ ഗുരുവായൂർ അമ്പലങ്ങളെല്ലാം പോയിട്ട് വരുമ്പോ മാക്സിമം 2 days അതുക്കുള്ള എനിക്ക് തിരിച്ചു പോകണം. നിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതും കറക്റ്റ് ആണ്. നീ ഇപ്പൊ അടുത്തത്. അല്ല ഇത് പിന്നെ കയ്യിൽ എതൊക്കെ വെക്കണം, പോക്കറ്റിലോട്ട് അങ്ങനെ വെക്കാം. പോക്കറ്റിലേക്ക് അങ്ങ് വെക്കാം. ഇവിടെ എനിക്ക് തരണം. പോച്ച് മോനെ പോച്ച്. ഒരുപാട് മുങ്ങരുത് കേട്ടോ. പകുതി 5000 കൊടുക്കണേ. 5000 കൊടുക്കണം. ഞാൻ ആലോചിക്കാം. നീ കറക്റ്റ് ബുദ്ധിപരമായി നീ ചിന്തിക്കണം. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ. ഓക്കളെ കണ്ടിടരുതേ. ഇല്ല, നോക്കി എഴുതുന്നുണ്ട്. നമുക്ക് തന്നെയാ ഗുണം. നീ ചരിച്ചു വെച്ച നമ്മുടെ ഇത് കണ്ട കണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ലൊക്കേഷനിലെ ഷിക്കാരി ശംഭു ആരാണ്? പക്ഷെ അബദ്ധങ്ങളൊക്കെ അബദ്ധങ്ങൾ പറ്റി ഹിറ്റ് ആവുന്ന ഓൺ സ്ക്രീൻ ആണോ ഓഫ് സ്ക്രീൻ ആണോ? ഓഫ് സ്ക്രീൻ വേണോ? ഓഫ് സ്ക്രീൻ. നിനക്ക് എന്തുവാണ് തോന്നുന്നത്? നോക്കി ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. അവൻ എഴുതിട്ട് ഭയങ്കര കള്ളക്കളിയാ. അല്ല, ഞാൻ പറയുന്നത് നിനക്ക് ഇപ്പം ചരിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? ടൈം ഔട്ട്. ഓക്കെ, ഞാൻ എഴുതാൻ പോവാണേ. ഞാൻ എഴുതിയിട്ടില്ലേ? അയ്യോ എനിക്ക് ചിരി വരുന്നു. അത് കറക്റ്റ് ആണോന്ന് അറിയില്ല. ഞാനും അത് ആലോചിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല എന്റെ കാര്യം. ടൈം ഔട്ട്. നോക്കട്ടെ അവിടെ എന്താ എഴുതിയേക്കുന്നത്? ഞാൻ കാണിച്ചു നോക്കി ചേച്ചി നോക്കി എഴുതുന്നത് എനിക്ക് ഉറപ്പാ. തുള്ളി പോലും കാണത്തില്ലായിരുന്നു. ഇല്ലില്ല, ഒന്നും കാണത്തില്ലായിരുന്നു. ഇവൻ ചരിച്ചു വെച്ചേക്കുമല്ലായിരുന്നോ? ഞാൻ ഇവിടെ തന്നെ വിചാരിച്ച നവ്യനെ. അതെന്താ അങ്ങനെ രണ്ടാളും ഒരേപോലെ എഴുതാൻ കാരണം? കാരണം നവ്യ അങ്ങനെ ചെയ്യത്തുള്ളൂ അവിടെ. പക്ഷെ അത് കറക്റ്റ് ആണ്. അല്ല അത് എല്ലാ പ്രാവശ്യം അല്ല, എല്ലാ പ്രാവശ്യം ചെയ്യില്ല. പക്ഷെ നവ്യ ചില സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്ന് വീഴാറുണ്ട്. പ്രഡിക്ഷൻ ആയാലും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആ ഫോമിൽ ഒന്ന് വീഴും. വീഴും. അത് കറക്റ്റ് ആവും. നവ്യ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഓക്കെ.